എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സേമിയ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വറക്കാത്ത സേമിയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറിൽ, ഗോൾഡൻ കളറിൽ ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. ഓയിൽ ചേർക്കാണ്ടാട്ടോ ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ അതാ ചീനച്ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1.5 കപ്പ് സേമിയോനെ ഇട്ട് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനെ ഒന്ന് വറുത്തെടുക്കാൻ. കണ്ടില്ലേ, ഈ രീതിയിൽ ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ കളറിൽ, ലൈറ്റ് ബ്രൗൺ കളറിൽ, ഒരുപാട് മൂത്ത് പോകരുത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കിതിനെ ഈ ചീനച്ചട്ടിയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിനെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലകത്തിട്ട് വേവിച്ചിട്ട് ഊറ്റിയിടുകയാണ്. അപ്പോൾ സാധാരണ ചിലവർ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എന്താ പറയുക, നമ്മൾ നോർമൽ ഉപ്മാവ് ഉണ്ടാക്കണ പോലെ അതിൻ്റെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലും നല്ല ശരിക്കും ഓരോ സേമിയും ഉലർന്ന് കിട്ടാനുള്ള എളുപ്പ മാർഗ്ഗമാണ് ഇതിനെ സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് വറുക്കാനായിട്ട് അധികം സമയമൊന്നും വരില്ല. ഒരു 2 to 3 മിനിറ്റ്സേ എടുക്കുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ മതി. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെന്തോന്ന് അറിയാനായിട്ട് നമ്മൾ നൂഡിൽസൊക്കെ പോലെ തന്നെയാണ്. ഇതിലിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടക്കായിട്ട് ഇരിക്കണത്, കട്ടിയായിട്ട് ഇരിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ മുറിഞ്ഞു പോകണം. ആ രീതിയിലാണ് ഇത് വെന്തണ്ടോന്ന് അറിയാം. നൂഡിൽസ് ചെയ്യണം അതേ രീതി തന്നെ. അധികം സമയമൊന്നും എടുക്കില്ല, ഒരു 5 മിനിറ്റ്സിൽ താഴെ എടുക്കുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്കിനിയും തീ ഓഫ് ചെയ്തിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റണം. അതിനുശേഷം ആ പാത്രം ടാപ്പിൻ്റെ അടിയിൽ പിടിച്ചിട്ട് നന്നായിട്ട് കഴുകിക്കളയാം. നമ്മൾ നൂഡിൽസ് എങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ. അപ്പോൾ അതിനെ നന്നായിട്ട് അരിപ്പ പാത്രത്തിൽ ഊറ്റിയതിന് ശേഷം നമ്മുടെ എന്താ പറയുക, ടാപ്പിൻ്റെ അടിയിലൊന്ന് പിടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഉലർന്ന് കിട്ടും. എല്ലാം ഒരു ഒന്നുമ്പോൾ തൊടാണ്ട് കിട്ടും. ഇതിനകത്ത് വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. അതവിടെ നിന്ന് തണുത്തോട്ടെ. അപ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമ്മുടെ ബാക്കി ഉള്ളി സാധനങ്ങളൊക്കെ വഴറ്റണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ചീനച്ചട്ടി ചൂടാക്കുക, ഓയിൽ ഒഴിക്കുക. നെയ്യിലോ ഓയിലോ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു ഉണക്കമുളകും ഒരു 2 ടീസ്പൂൺ ഉഴുന്നും. ജീരകം വേണമെങ്കിൽ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഓണിയൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഓണിയനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്തോളൂ. എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, ഞാനൊരു മീഡിയം പച്ചമുളക് 1 എണ്ണം എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ പീസ് ഇഞ്ചി നുറുക്കിയത്, കുറച്ച് കറിവേപ്പില. അപ്പോൾ നമ്മുടെ ഒണിയൻ, പച്ചമുളക്, ഇഞ്ചിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ സേമിയോയിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവുമെങ്കിലും ഈ ഉള്ളിക്കൊക്കെ ആവശ്യത്തിനുള്ളൊരു ഉപ്പ് അത് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിനകത്ത് ഇതിങ്ങനെ ഉള്ളി ഒരുപാട് ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് എടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഉള്ളി ഇട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ്, ഗ്രീൻ പീസ്, ക്യാബേജ്, പിന്നെ അതുപോലെ തന്നെ ബീൻസ്. ഇതേത് വേണമെങ്കിൽ ഒരുമിച്ച് എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമായിട്ടോ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യാണ്ടാണ് ഇത് ചെയ്യണത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ, ഒരു വളരെ കുറച്ച് മതി, കായത്തിൻ്റെ പൊടി. ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയനെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് വേണമെങ്കിൽ മാത്രം, നിർബന്ധമില്ല, കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കോക്കനട്ട് വഴറ്റേണ്ട ആവശ്യമില്ല, അങ്ങനെ പച്ച തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഉപ്മാവ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൽ വെജിറ്റബിൾസാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് ഇട്ട് കാണിക്കാതിരുന്നു വെച്ചാൽ എൻ്റെ കയ്യിൽ ആകെ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ, ഗ്രീൻ പീസും ബീൻസും ഇല്ല. അപ്പോൾ വേണമെങ്കിൽ മാത്രം വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊന്നും കട്ട പിടിക്കാണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്.
ഉപ്പ് വേണോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കോക്കനട്ടും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഒരു 1-2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി. അത് ആ പച്ചയ്ക്ക് തന്നെ കടിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ചിരകിയ കോക്കനട്ടാട്ടോ, അല്ലാണ്ട് നുറുക്കിയതല്ല. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വെജിറ്റബിൾസ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിരിക്കും കേട്ടോ. ഗ്രീനും ഓറഞ്ചും കൂടി നല്ല കളർഫുൾ ആയിരിക്കും കാണാനും. അപ്പോൾ നിങ്ങൾ അതുപോലെയും ചെയ്ത് നോക്കണം. ഇതുപോലെ വെജിറ്റബിൾസ് ഇല്ലാണ്ടും ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.